ഒരു കുഞ്ഞു പീസ് തുണി കൊണ്ട് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ മാലയില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മാല ഈ വെറും വേസ്റ്റ് തുണിയിൽ നിന്നുണ്ടാക്കിയെടുത്താലോ? അപ്പം ഞാൻ അതിനായിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മാല ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ബ്ലൂ കളറിൽ ഗോൾഡൻ പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തുണിയും കുറച്ചും കൂടി ആ കാർഡ്ബോർഡ് റൗണ്ടിൻ്റെ കുറച്ചുകൂടി വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം ചെറുതായിട്ട് കട്ടുകളും കൂടി കൊടുത്തിട്ടുണ്ട്, ഒട്ടിച്ചെടുക്കാനായിട്ടാണ് നീറ്റായിട്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തെടുത്തിട്ട് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് നമ്മുടെ തുണി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകിലത്തെ വശം ഇതുപോലെ ചെറിയ കട്ടുകൾ നമ്മൾ കൊടുത്തിരുന്നല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലെ വശവും ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ തുണി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാലയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഗ്ലൂ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് സ്റ്റോൺ ചെയിനാണ്. ഇതിപ്പോൾ നല്ല വലിയ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എന്താണെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മുത്താണെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ ആണെങ്കിലും മതി. നമ്മുടെ ബ്ലൗസിലൊക്കെ വയ്ക്കുന്ന ടൈപ്പിലുള്ള സ്റ്റോൺ ചെയിൻ ആണെങ്കിലും എടുത്താൽ മതി. ഏതായാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഗോൾഡൻ മുത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ ബീഡാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ളൊരു ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കവർ ചെയ്യാനായിട്ട് മൾട്ടി കളറിലുള്ള വളരെ കുഞ്ഞായിട്ടുള്ള സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് റൗണ്ടിനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു ടൈപ്പ് സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ ബ്ലൗസിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് മേടിച്ചിരുന്ന മുത്തിൻ്റെയൊക്കെ ബാക്കി ഇരുന്നതാണ് കേട്ടോ അതൊക്കെ എടുത്തേക്കുന്നത്. ഇനി ഇതൊന്നുള്ള ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ അടുത്തതായിട്ട് മൾട്ടി കളറിലുള്ള സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, ആ സ്റ്റോൺ ചെയിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണേ. ഇതും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത ബാച്ചായിട്ട് റൗണ്ടിന് വീണ്ടും ബ്ലൂ കളറിലുള്ള മുത്തുകൾ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും വീണ്ടും സ്റ്റോൺ ചെയിൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വേറെ ഇതുപോലത്തെ കുറച്ച് മുത്തുകളും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു മുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് സൂചി എടുത്തിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു റിങ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ തുഞ്ചലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതിലിരുന്ന് ഒരു ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത് റിങ്. ആ ഒരു റിങ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഇതുപോലത്തെ നൂല് വേണം നമ്മുടെ മാലയുടെ ചരട് ആക്കിയെടുക്കാനായിട്ട്. ആ ഒരു റിങ്ങിൻ്റെ അകത്ത് കൂടി കുറച്ച് നീളത്തിന് തന്നെ ഒന്ന് നൂല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മാലയിലേക്ക് കുറച്ച് ബീഡ്സും കൂടെ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാലയുടെ ലോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി വലുതായി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബീഡ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡിൻ്റെ ആ പുറകിലത്തെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈ ഒരു പേപ്പർ അത് മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ഈ ഒരു ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം. ഇനി വേണ്ടത് നമുക്ക് ഒരു സെൻറ്റിമീറ്റർ അത്രയും മാത്രം മതി. 1 സെൻറ്റിമീറ്റർ മാത്രം ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു വീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഇത്രയും നീളത്തിന് ഉണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് എടുക്കാം. ഒരു സെൻറ്റിമീറ്റർ നീളത്തിന് വീതി 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് നീളത്തിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരളവിന് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഒരളവിന് ഞാനൊരു 6 പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമ്മളൊരു 6 ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത് നമ്മുടെ കാർഡ്ബോർഡിൽ നിന്ന്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നല്ല നീറ്റായിട്ടൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതേ സെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് ബാക്കിയും കൂടി 6 പീസും ഇതിൽ നിന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം അതൊന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യണം, ഒന്ന് വളഞ്ഞൊന്നും പോവാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ബീഡ്സിനും ഒരേ വലിപ്പത്തിൽ കിട്ടാനായിട്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 6 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സെയിം നമ്മൾ ആദ്യം എടുത്ത അതേ ഒരു ബ്ലൂ കളറിലുള്ള തുണി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് മുന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ പുറമേ വീണ്ടും നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ തുണിയുണ്ടല്ലോ, തുണിയുടെ 2 വശവും അതിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഈ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ 2 വശവും ഒന്ന് മടക്കി ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൂലൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തോ മറ്റോ മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ടൊന്ന് ഒതുക്കി കൊടുക്കാവേ. അപ്പോൾ നൂലൊക്കെ ഒന്ന് വലിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് തുണിയിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പറായിരിക്കും കാണാൻ. കുറച്ച് നല്ല ഭംഗി, നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മടക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 മാത്രം ഒന്ന് ഗോൾഡൻ കളറ് തുണിയിലൊന്ന് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി 4 നമ്മുടെ സെയിം ബ്ലൂ കളറുള്ള തുണിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒന്ന് ബീഡിൻ്റെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ എത്തുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ബീഡ്സും ഇതുപോലെ റെഡിയാക്കി എടുക്കാവേ. ഇപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ അടുത്ത പീസും എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആവാനായിട്ട് എടുത്ത് വെച്ചാവേ. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഗോൾഡൻ്റെ ആ ഒരു തുണി വെച്ചിട്ട് ചെയ്തേക്കുന്ന ബീഡ് ഒരു പ്രത്യേക ഭംഗിയായിട്ടല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചരടിലേക്ക് ഇതുപോലെ സൂചിയും കൂടെ കോർത്ത് വെച്ചിട്ടുണ്ട്. ബീഡ്സ് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് സൂചിയുടെ അകത്തോട്ട് കയറ്റി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ബ്ലൂ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ഗോൾഡൻ കളറ്, വീണ്ടും ബ്ലൂ കളർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ബീഡ് വേണമെങ്കിലും ഉണ്ടാക്കിയിടാം. ഞാനിപ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് ഇതുപോലെ 3 വീതം 6 മുത്തുകളാണ് കേട്ടോ ചെയ്തെടുത്തിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വേറെ ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അതൊന്നും വേണ്ടാതെ തന്നെ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സൂപ്പറായിട്ടും ഡ്രസ്സിന് മാച്ചായിട്ടും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് മാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തിട്ടുണ്ട് പോകാനും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഡ്രസ്സിന് അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ ബീഡ് ഇടുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ലോക്കറ്റാണ് കേട്ടോ ഇത്. ഒത്തിരി വലുതായിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബീഡും കൂടെ ഇട്ടിട്ടുള്ള ഒരു ലുക്കും കൂടെ എങ്ങനെയുണ്ടെന്ന് കാണാവേ. ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഈ മാല ഉണ്ടല്ലോ, വേസ്റ്റ് തുണി എന്നുള്ള മാല, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നിട്ടുള്ള അടിപൊളി ഐറ്റംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.